അപ്പം അങ്ങനെയാണ് 2021 വോക്കയുടെ ബർത്ത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് അതിനകത്തൊരു ചോദ്യമുണ്ട്. ദുബായിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാറ് ഇറ്റ്സ് നോട്ട് ചീപ്പ്, ഓഫ് കോഴ്സ് ഇറ്റ് ഓഫ് ഈസ് കോഴ്സ് എക്സ്പെൻസീവ്. ഓഫ് കോഴ്സ് അപ്പോൾ നിങ്ങളൊരു സ്വന്തമായിട്ടൊരു ഫെസിലിറ്റി ഉണ്ടാക്കുക പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈവൺ മോർ എക്സ്പെൻസീവ്. 100%. സോ വേർ ഡിഡ് യു ആക്ച്വലി പൂൾ ദ ഫണ്ട്സ് ഫ്രം? അത് പ്രോഫിറ്റ്സിന് പൂൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ യു ഇൻവെസ്റ്റഡ് ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്? ഹൗ So it was family and friends was a big support. Ah. I think the most underlooked thing is that നമ്മൾ പറയുന്നത് the people around us ഇല്ലേ, Ah. നമ്മളെ കൂടെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ഐ തിങ്ക് എവ്രി ഫൗണ്ടർ എന്താ പറയുക ഒരു 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 സ്ട്രോങ് ഹോൾഡ് പോലെ യൂസ് ചെയ്യുന്ന സാധനമാണ്. അതായത് സ്റ്റാർട്ടിങ് ഫ്രം യുവർ വൈഫ്, യുവർ മദർ, യുവർ ഫാദർ, യുവർ കസിൻസ്, ഹൂവർ ഇറ്റ് ഇസ്, അവർ തരുന്ന സപ്പോർട്ട് ഐ ഫീൽ ഇസ് സംതിങ് ദാറ്റ് ഇസ് ഓഫൺ ഓവർലുക്ഡ് ഫ്രം എ തേർഡ് പേഴ്സൺ. ദ ഫൗണ്ടർ നോസ് ദിയർ വാല്യൂ, പക്ഷെ ആരും അത്രയും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പം ലൈക്ക് ദേവർ ലൈക്ക് മന്ത്സ് ദാറ്റ് എനിക്ക് ഒരു ദറം പോലും നമുക്ക് സാലറി ആയിട്ട് എടുക്കാൻ പറ്റില്ല. ദേർ ഐ ഹാഡ് മൈ വൈഫ്, എല്ലാവരും അതെ. ഇതേ കഷ്ടപ്പാടിലൂടെ പോകുന്ന ഒരു Exactly. സമാധാനം. അത് നമ്മൾ 3 ആൾക്കാർ ആ സമയത്ത് മാരീഡ് ആയിരുന്നു. അപ്പൊ നമ്മളെ 3 ആൾക്കാരെ ഭാര്യമാര് സപ്പോർട്ട് ചെയ്തത്ര വേറെ ഒരാളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതൊന്ന്. പിന്നെ രണ്ടാമത് നമ്മൾ ഇനീഷ്യലി നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നല്ലോ. ആ. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ജോബ്സ് ഒക്കെ നമ്മൾ കൺഫേം ചെയ്ത് അതിന്റെ കുറച്ച് പേയ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ച് ലോക്കിൻ ചെയ്തിട്ട് നമ്മൾ എടുത്തു, നേരെ റീഇൻവെസ്റ്റ് ചെയ്തു. മനസ്സിലായി. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഇൻവെസ്റ്റർ ഒരിക്കലും നമ്മൾ റേസ് ചെയ്തിട്ടില്ല. വൺ ബിക്കോസ് ആസ് എ ഫൗണ്ടർ ഇറ്റ്സ് ഓൾവേസ് വെരി ഹാർഡ് ടു ലെറ്റ് ഗോ ഓഫ് യുവർ ബേബി എന്നുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളൊരു ഇൻവെസ്റ്റർ ഓൺബോർഡ് ചെയ്യുമ്പോൾ ട്രൂ വാല്യൂ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതർവൈസ് നമ്മൾ ചിലപ്പോൾ കൂടുതൽ ഷെയർസ് കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് ദ ഗോൾ. ഒരു വാല്യൂ ആഡഡ് പാർട്ട്ണർ ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ഐ എം ഷുവർ a lot of people have money who want to invest, but without a right value addition it's pointless. അപ്പൊ നിങ്ങള് പിന്നെ അങ്ങനെ ഫെസിലിറ്റി എടുത്ത് എവിടെയാ ഫെസിലിറ്റി അജ്മാനിലെടുത്ത്. കാരണം നമുക്ക് കൈ പൊള്ളാൻ താല്പര്യമില്ല. എൻഡ് ഓഫ് ദ ഡേ വി നെവർ നോ ഇത് വർക്ക്ഔട്ട് ആവോ ഇല്ലയോ എന്നുള്ളത്. So comparatively Ajman felt like a safer option for us, and that's why we started Ajman. And also because a lot of things namukku the goal for the brand was ഒരു D2C brand സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു റീറ്റെയിൽ ചെയിൻ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതിന് നമുക്ക് റീറ്റെയിൽ എന്ന് പറയുന്ന മാർക്കറ്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പം ആ റീറ്റെയിൽ സെഗ്മെന്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് അജ്മാനിലെടുത്തത്. കാരണം അവിടെ നമ്മളൊരു കാഫെ ഓപ്പൺ ചെയ്തു, ഒരു ബുട്ടീക്ക് ഗിഫ്റ്റിംഗ് സ്പേസ് നമ്മൾ ഓപ്പൺ ചെയ്തു അവിടെ. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നതും കൂടെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ചെയ്തത്. അവിടെ ആകുമ്പോൾ പിന്നെ കമ്പാരിറ്റീവ്ലി ഫൈനാൻഷ്യലി ഇറ്റ് മേഡ് മോർ സെൻസ്. വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് UAE എന്ന രാജ്യമാണ്, അതിൻ്റെ അകത്ത് ഒരു എമിറേറ്റ് ആണ് ദുബായ്. ഈ അജ്മാൻ എന്ന് പറയുന്നത് വേറൊരു എമിറേറ്റ് ആണ്. അജ്മാനിൽ റെന്റ് ഒക്കെ ഭയങ്കര കുറവാണ്. അതെ അതെ. നോർമലി ദുബായ്, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ, ഫുജൈറ, അബുദാബി എന്നൊക്കെ പറയും. ഷാർജ അറിയപ്പെടുന്നത് ബെഡ്റൂം ഓഫ് ദുബായ് എന്നാണ്. തീർച്ചയായിട്ടും തെറ്റിദ്ധരിക്കരുത്, പക്ഷേ ആൾക്കാർ ഉറങ്ങാൻ അവിടെയാണ് പോലെ. ദുബായിൽ റെന്റ്സ് കൂടുതൽ. Exactly same. I was also born and raised as a Sharjah kid. കാരണം as our families, parents ഒക്കെ ഒരു നമ്മളെന്താ പറയാ ഒരു we are second generation, അപ്പം അവിടുന്ന് വരുമ്പോൾ we are all, me and my friends, everyone have been raised from Sharjah. ഇപ്പോഴാണ് നമ്മളിപ്പോ സ്വന്തം കാലം നിൽക്കുമ്പോഴാണ് നമ്മൾ സ്ലോലി ദുബായിലേക്ക് മൂവ് ചെയ്തത്. അതിന്റെ വിഷമം മനസ്സിലായി തുടങ്ങി. തീർച്ചയായിട്ടും. റൈറ്റ്. അപ്പൊ നിങ്ങൾ അജ്മാനിൽ ഓപ്പൺ ചെയ്തു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ നിങ്ങൾ ഒരു കോൺട്രാക്ട് മാനുഫാക്ചർ അടുത്തിന് സാധനം എടുത്ത് റീബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നു, നല്ല നല്ല പ്രൊഡക്റ്റ്. പക്ഷെ പ്രൊഡക്ഷൻ ഈസ് എൻറ്റയർലി വേറെ തന്നെ ഒരു സാധനമാണ്. അത് ആ ലീപ്പ് എടുക്കാൻ നിങ്ങളോട് ഷെഫ് ഉണ്ടായിരുന്നു. യു നീഡ് ദാറ്റ് മസിൽ, റൈറ്റ്? അതെങ്ങനെയായിരുന്നു? ലിറ്ററലി ഇത് സോൾട്ട് ആൻഡ് പെപ്പർ സീനാണ്. നമ്മള് മെഷീൻസ് എന്തായാലും വാങ്ങണല്ലോ. മെഷീൻസ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു സെക്കൻഡ് ഒരു ഫ്ലവർ ഷോപ്പ്, ഒരു ചോക്ലേറ്റ് ഷോപ്പ് പൂട്ടാൻ നിൽക്കുകയാണ് അബുദാബിയിൽ. നമ്മൾ അവിടെ പോയി. അവിടെ പോയപ്പോൾ തലയിൽ കുറഞ്ഞ ഒരു ഷെഫും കൂടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മെഷീനൊക്കെ എടുത്തപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ചോദിച്ചു, സാറേ എന്തെങ്കിലും ജോലി ഉണ്ടോ വെച്ചു. അപ്പോൾ പറഞ്ഞു പോരുന്നോ നമ്മളെ കൂടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ വണ്ടിയിൽ ബാക്ക് ചെയ്ത് ഒറ്റ പോക്കാം. പക്ഷേ തമാശ പറയല്ല, പുള്ളിക്കാരൻ നമ്മളെ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. നമ്മളെ ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറയാൻ നമ്മളെ മെയിൻ സ്റ്റാറാണ് പുള്ളിക്കാരനില്ലെങ്കിൽ നമ്മളില്ല. പുള്ളിക്കാരൻ മാത്രമല്ല, every team member, Voca was nothing without the team. You are only as good as the team. I know for a fact that, and I'm not shy to say this, I'm an absolute fraud when it comes to this, because I have no qualifications whatsoever. Right. But at the same time, ipam of course the knowledge is there. But back then we were like completely clueless. The only thing we knew was to put the product out there, എങ്ങനെ സെല് ചെയ്യാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്നുള്ള. ബട്ട് അതെ, പക്ഷെ നമുക്ക് പ്രോപ്പർ ആയിട്ട് പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് കാര്യമില്ല, ബ്ലൈൻഡ് സൈഡ്. അപ്പൊ അവിടെ നമ്മൾ വി വർ സോ ഫോർച്ചുനേറ്റ് ദാറ്റ് നമ്മളെ നല്ലൊരു ടീമിനെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഈസ് അവർ ടിൽ ഡേറ്റ്, ദാറ്റ് ഈസ് അവർ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്.